പലപ്പോഴും എൻ്റെ അടുത്ത് പേഷ്യൻസ് വരാറുണ്ട്. അവർക്ക് ഡയബറ്റിസ് ഉണ്ട്, പല മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ എടുക്കുന്നുണ്ട്, എന്നിട്ടും ഷുഗർ കൺട്രോൾ ആവുന്നില്ല. ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ ഡോക്ടർ ജിഷാവി, വൈറ്റാലിസ് ഹെൽത്ത് കല്ലൂരിലെ ഫാമിലി ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റാണ്. ഇൻസുലിൻ എടുത്തിട്ട് ഷുഗർ കുറയാത്തതിന് പല റീസൺസ് ഉണ്ടാവും. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത് ഓരോന്നായിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ഫിനോമിനനാണ്. പലപ്പോഴും ടൈപ്പ് 2 ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും. അവരുടെ ശരീരം ഇൻസുലിനോട് വേണ്ട രീതിയിൽ പ്രതികരിക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഇൻസുലിൻ കൊടുത്തുകൊണ്ടിരുന്നാലും അവരുടെ ഷുഗർ കൺട്രോൾ ആവില്ല. ഇത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസുലിൻ സെൻസിറ്റൈസിങ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ ആൾക്കാരെ ഇൻസുലിനോട് നന്നായി പ്രതികരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട്. ഇത് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. ഇതുകൂടാതെ ഫാസ്റ്റിംഗ് ഇൻസുലിനും ഫാസ്റ്റിംഗ് ഷുഗറും വെച്ചിട്ട് ഒരാളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ലെവൽ കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളുണ്ട്. ഇങ്ങനത്തെ ടെസ്റ്റുകളിലൂടെ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ലെവൽ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷുഗർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കോമൺ ആയി കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇൻസുലിൻ എടുക്കുന്ന ആൾക്കാർ തന്നെ കറക്റ്റായിട്ടായിരിക്കില്ല ഇൻസുലിൻ എടുക്കുന്നത്. ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെങ്ങനെ നമ്മളുടെ ശരീരത്തിൽ അത് കുത്തിവെക്കുന്നു, ഏത് സൈറ്റിൽ കുത്തിവെക്കുന്നു, പ്രത്യേകിച്ചും ഒരേ സ്ഥലത്ത് തന്നെ മാറി റിപ്പീറ്റഡ് ആയിട്ട് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൈപ്പോഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ സംഭവിക്കുകയും പിന്നെ അവിടെ കുത്തിവെക്കുന്ന ഇൻസുലിൻ ശരീരത്തിലേക്ക് അബ്സോർബ് ആവാതിരിക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ മാറി സാധാരണഗതിയിൽ വയറിൻ്റെ ചുറ്റും അല്ലെങ്കിൽ തുടയുടെ ഫ്രണ്ടിൽ, വേറെ എങ്ങും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കയ്യിൽ, ഈ സ്ഥലങ്ങളിലാണ് ഇൻസുലിൻ എടുക്കാൻ പറയുക. അവിടെ കൃത്യമായിട്ട് നമ്മളെ നീഡിൽ നമ്മളുടെ തൊലിക്ക് പെർപെൻഡിക്കുലർ ആണോ എന്ന് നോക്കുക. കുത്തുന്ന സ്പീഡ്, കുത്തിക്കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ സൂചി തിരിച്ച് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ഡ്രോപ്പ് ഓഫ് ഇൻസുലിൻ പുറത്തേക്ക് പോകും. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ ശ്രദ്ധിച്ച് ഇൻസുലിൻ എടുക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങൾ ഇൻസുലിൻ കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിഡ്ജിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ മാത്രം സൂക്ഷിക്കുക. പുറത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം കുത്തിവെക്കുക. കാരണം ഇൻസുലിൻ തണുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റീവ്നെസ് കുറയും. അതുപോലെ ഇൻസുലിൻ കയ്യിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുത്തിവെക്കാൻ ശ്രമിക്കുക. ഇതുകൂടാതെ തന്നെ നിങ്ങൾ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഷുഗർ ഫാസ്റ്റിങ്ങിലും ഭക്ഷണത്തിന് ശേഷവും ചെക്ക് ചെയ്ത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇൻസുലിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. കഴിയുമെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് വെച്ചിട്ട് 2 ആഴ്ച കാലം തുടർച്ചയായി നിങ്ങളുടെ ഷുഗർ എങ്ങനെയാണ് നിങ്ങളുടെ മരുന്നുകളോടും ഭക്ഷണത്തോടും പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതും ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മരുന്നുകളാണെങ്കിലും ഇൻസുലിൻ ആണെങ്കിലും അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ഡയബറ്റിസ് മാനേജ്മെൻറ്റിൽ ഒരാളുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലുമാണ്. നിങ്ങൾ എത്ര മരുന്നെടുത്താലും ഇൻസുലിൻ എടുത്താലും നിങ്ങളുടെ ഭക്ഷണക്രമം ശരിയല്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുകൂടാതെ തന്നെ നിങ്ങളുടെ ഇൻസുലിനെ ബാധിക്കുന്ന ബാക്കിയുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ്, അതായത് ഉറക്കം, പലപ്പോഴും ബാക്കിയുള്ളതൊക്കെ കറക്റ്റായിട്ടുള്ള ആൾക്കാരിലും ആവശ്യത്തിന് ഉറക്കം കിട്ടാത്തത് കാരണം അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് ലെവലുകൾ ഹൈ ആയത് കാരണം ഒക്കെ അവരുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ചില മെഡിസിൻസ് നിങ്ങളുടെ ഡയബറ്റിക് മെഡിസിൻസോ ഇൻസുലിനോ ആയിട്ട് ഇൻ്റർഫിയർ ചെയ്ത് അത് കാരണം ഷുഗർ കറക്റ്റായിട്ട് കൺട്രോൾ ആവാതെ ഇരിക്കാം. അല്ലെങ്കിൽ തൈറോയിഡ് പോലെയുള്ള ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണവും നിങ്ങളുടെ ഡയബറ്റിസ് കൺട്രോൾ ആവാതെ ഇരിക്കാം. നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ട്, മരുന്നെടുത്തിട്ടും കൺട്രോൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈഫ് സ്റ്റൈൽ ഡയറി കീപ്പ് ചെയ്യുക. റെഗുലറായിട്ട് ഷുഗർ ചെക്ക് ചെയ്ത് അതും ലൈഫ് സ്റ്റൈലും തമ്മിൽ എങ്ങനെ കോറിലേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. കൂടാതെ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങളുടെ മെഡിസിൻസും നിങ്ങളുടെ ഹോർമോൺ ലെവൽസും കറക്റ്റാണോ, എന്തെങ്കിലും ഇൻ്റർഫറൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ മെഡിസിൻസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക.
നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഷുഗർ മോണിറ്റർ ചെയ്യുക, പറ്റുമെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒരു 360 മോണിറ്ററിങ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. കൃത്യമായി ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഗൈഡൻസോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാനും കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യാനും വൈറ്റാലിക്സ് ഹെൽത്തിൽ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഡയബറ്റീസ് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മാത്രമല്ല, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ ഒരു 360 അപ്രോച്ചാണ് ആവശ്യമുള്ളത്.